നിങ്ങൾ നല്ല നാടൻ ബീഫ് ആയിട്ട് കാണിച്ചിട്ടുണ്ടോ? വേണ്ട, ഇതാണ് ഐറ്റം അല്ലേ? ബീഫ് എന്നിട്ട് കഴിച്ചു കഴിച്ചോ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എന്തോ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ബീഫ് റോസ്റ്റ് അഥവാ വരട്ട് അതൊക്കെ പറയും, അതാണ് നമ്മൾ ചെയ്യാൻ. ഓക്കെ, ബീഫ് വരട്ടിയതും അതിൻ്റെ കൂടെ എന്താ കഴിക്കാൻ പോകുന്നത്? കഴിക്കാൻ നമ്മൾ ബ്രെഡോടെ കൂട്ടി പിടിക്കാം. ഓക്കെ, നല്ല നാടൻ സോഫ്റ്റ് ബ്രെഡ് നമ്മൾ എടുക്കുന്നത്, അതും ബീഫ് കഴിച്ചതും അല്ലേ? കിട്ടില്ല. അപ്പം നമുക്ക് അതുണ്ടാക്കാൻ പോകാം. ഓക്കെ, നമ്മൾ 1/2 കിലോ ബീഫ് എടുത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഇത് ചെയ്യും, നമ്മൾ ഇതുവരെ അങ്ങനെ കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം എങ്ങാണോ ഒന്ന് പാളിപ്പോയാൽ എല്ലാം കയ്യിൽ നിന്ന് പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ 1/2 കിലോ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ എന്താ എടുക്കുന്നത്? പിന്നെ നമ്മുടെ പച്ചക്കറിയൊക്കെ നമ്മൾ ഇഞ്ചി, തക്കാളി, നോർമലി എന്തൊക്കെ എടുക്കുന്നത് അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കറി പൗഡറൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ട് ഇനി നമ്മൾ പാചകം തുടങ്ങാൻ പോകല്ലേ. പരിപാടി ആരംഭിക്കുക. അതെ, എന്തോ ആവുന്നൊന്നും അറിയത്തില്ല, എന്നാലും നമ്മൾ സെറ്റ് ആക്കും മാക്സിമം. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ബീഫ് ഉണ്ടാക്കാനുള്ള എല്ലാ പച്ചക്കറിയും നമ്മളൊരു ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീഫ് അപ്പുറത്തൊരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മൾ ചേർക്കാൻ പോകുന്ന മസാലയെല്ലാം നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പരിപാടി അങ്ങോട്ട് ആരംഭിക്കാം. അപ്പം നമുക്ക് നമ്മുടെ ബീഫ് കൂട്ടിനെ നല്ല കിഡ്ഡലിനായിട്ട് വേവിച്ചെടുത്തോണ്ട് ഒരു മസാലയൊക്കെ തേച്ച് അപ്പോഴത്തേക്ക് നമ്മുടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ബീഫിനകത്ത് വേണ്ട മഞ്ഞപ്പൊടിയൊക്കെ ഇടാം. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ട് അങ്ങോട്ട് പുരട്ടിക്കാം. എന്നിട്ട് നമുക്കിത് വേവിച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ബീഫിന് നന്നായിട്ട് മസാലയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തേക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ നന്നായി കിഡ്ഡലിനായിട്ട് തേച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നമ്മുടെ കുക്കറിനകത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളത് സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കി നമുക്ക് ചെയ്യാം. പച്ചക്കറി സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇവനെ കൊണ്ടുവന്ന് വേവിച്ചുകൊണ്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പച്ചക്കറിയൊക്കെ നമ്മൾ അരിയാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയും പണി അങ്ങോട്ട് കിടക്കുകയാണ്. ഇനി തോനെ അല്ലേടാ? അതെ, ഇനി കുറേ പണിയുണ്ട് കിടക്കാൻ. നമ്മൾ ഫസ്റ്റാണ് സവാള, തക്കാളി, പച്ചമുളക്, അത് മൂന്നാണ് നമ്മൾ ആദ്യം അരിയുന്നത്. അതെ, അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി എല്ലാ പൊടികളും ഒക്കെ ഇനി വേറെ പ്ലേറ്റിലാക്കി സെപ്പറേറ്റ് ആക്കി വെക്കണം. പിന്നെ കുറച്ച് പരിപാടിയുണ്ട്, കത്തിക്കണം. നമുക്കിത് പ്രത്യേകിച്ച് വിറകിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നതല്ലേ? അതെ, നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഗ്യാസ് ചെയ്യാന്ന് വിചാരിച്ച, പക്ഷെ നമുക്ക് വിചാരിച്ചു നമ്മൾ നല്ല നാടൻ രീതിയിൽ തന്നെ. പക്ഷെ പണി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായി കിടിലൊരു പണിയായിരിക്കും. അത് തന്നെ, നല്ല ടൈം എടുത്ത് വേണം ചെയ്യാൻ കാര്യങ്ങൾ ഓരോന്നും. നമ്മൾ ഇത് തന്നെ അരിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കുറേ സമയം പോയി. നമ്മൾ ആദ്യമായിട്ട് ഇത് അരിയുന്നതും എല്ലാം സെറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിന് തന്നെ കുറേ ടൈം പോയി. എന്തായാലും നമ്മളെല്ലാം നല്ല കറക്റ്റ് വൃത്തിക്കായത്, ഒരു ഇതുപോലെ നമ്മൾ നല്ല വൃത്തിയുടെ അതിനകത്ത് വന്നിട്ടില്ലല്ലേ? ഇല്ലില്ല, എന്തായാലും നമ്മുടെ വൃത്തിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതെ, നമ്മൾ ടേബിൾ ഇട്ടിട്ട് അതിൻ്റെ അടി പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ അടി നമ്മൾ ഇല ഇട്ട് കഴുകിയാണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് നല്ല വൃത്തിക്കാണ് ചെയ്തേക്കുന്നത്. എന്തായാലും ഗൈസ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പാചകം എന്ന് പറയുന്നത് ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല എഫേർട്ട് ഇടണാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലെ അമ്മമാരെയൊക്കെ സമ്മതിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടിപ്പോൾ ഏകദേശം എന്താ കാണിച്ചത്, നമ്മുടെ പരിപാടി കണ്ട് ഇത്രയും തീരാറായിട്ടില്ല. അതാ തുടക്കമായിട്ട് ഇനി നമുക്ക് അടുപ്പ് കത്തിക്കണം. അടുപ്പിലാണ് നമ്മളത് സെറ്റ് ചെയ്യുന്ന ബാക്കി കാര്യങ്ങളൊക്കെ. നമ്മളിവിടെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന അടുപ്പ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബാക്കി പരിപാടിയൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും പരിപാടി തുടങ്ങുന്നത് നമുക്ക് നമ്മുടെ ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കുക. അപ്പം ഇഞ്ചി നന്നായിട്ടൊന്ന് ചതക്കണം. ആദ്യം വിചാരിച്ച് ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്നത് ഭയങ്കര എളുപ്പമാണ്, പക്ഷേ പണി തുടങ്ങിയപ്പോൾ മനസ്സിലായി നല്ല പാടാം. അപ്പം നമ്മൾ എന്തായാലും ഇഞ്ചി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇടാം. അങ്ങനെ നമ്മൾ ബാക്കി വെച്ചിരുന്ന വെളുത്തുള്ളിയും കൂടെ അതിലിട്ടിട്ട് നല്ലപോലെ ഇടിച്ച് ചതച്ചങ്ങോട്ട് എടുക്കണം, പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. എന്തായാലും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. അങ്ങനെ നമ്മുടെ അടുപ്പെല്ലാം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് തീ കൊളുത്തിട്ടുണ്ടല്ലേ? അതെ, നമ്മൾ കർപ്പൂരം വെച്ചാണ് അത് പെട്ടെന്ന് കത്താനാണ് നമ്മൾ കർപ്പൂരം എടുത്തത്. എന്നിട്ട് നമ്മൾ ആദ്യം തീയൊക്കെ കത്തിച്ച്, പക്ഷേ സത്യം പറഞ്ഞാൽ ആദ്യം പുക മാത്രമേ വന്നുള്ളൂ അല്ലേ? അത് ആദ്യം പുക മാത്രമേ വന്നുള്ളൂ. ആദ്യം ജസ്റ്റ് ഒന്ന് കത്തി ആ ഒരു കർപ്പൂരത്തിന്റെ പവറില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം അങ്ങ് കെട്ടുപോയി. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ഊത്തായിരുന്നു അവിടെ. ഊത്തായിരുന്നു പിന്നെ ഉള്ളിൽ ഊത്ത്. പക്ഷെ ഏറ്റവും അവസാനമാണ് അത് കത്തിയല്ലേ? നല്ല സമയം എടുത്തത് കത്താനും. ഞങ്ങൾ എങ്ങനെ ഊതി കത്തിച്ച് അത് തന്നെ. അതെ, സത്യം പറഞ്ഞാൽ നല്ല പാടാണ് ഇത് എന്നുവെച്ചാൽ കുക്ക് ചെയ്യാനല്ലേ? അത് ആ ഒരു നമ്മളെ ഒരു മഴ ടൈം ആയതുകൊണ്ട്, തണുപ്പായതുകൊണ്ട് ആ ഒരു എന്തുവാ വിറകൊക്കെ നമ്മുടെ തണുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് മച്ചാൻ വരെ പിടിച്ചാൽ കിട്ടാത്ത പോലെ ആയിരുന്നു. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ സഹായം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതേണ്ട എണ്ണ ഒഴിച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. ഇനിയും ബാക്കി നമുക്ക് സവാളയും കാര്യങ്ങളൊക്കെ ഇടണം. അപ്പോൾ ഈ നമ്മൾ എണ്ണക്കകത്തോട്ട് ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല കൊത്തിയരിഞ്ഞ സവാള നമുക്ക് അതിനകത്തോട്ട് ഇടണം അല്ലേ? അതെ, നമ്മുടെ സവാള ഇട്ടിട്ട് നല്ലപോലെ ഇനി അതോടെ ഒന്ന് മൂത്ത് വരണം. മൂത്ത് വന്നിട്ടായിരിക്കും നമ്മളെ ബാക്കിയുള്ള നമ്മുടെ ഇഞ്ചിയും മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചേർക്കണം. നമ്മൾ നന്നായിട്ടൊരു ഗോൾഡൻ
ബ്രൗൺ വരെ വരുന്ന കളർ വരെ വരുന്ന ഇറക്കണമല്ലേ? അതെ, അതുവരെ നല്ല ഉപ്പിട്ട് ഇളക്കിയാൽ ഭയങ്കര പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള മൂത്ത് വരും ആ സമയത്ത്. അപ്പോഴത്തേക്ക് നമ്മൾ തീയും ഉണ്ടല്ലോ, അപ്പൊ പെട്ടെന്ന് മൂത്ത് കയറിക്കോളൂ. അപ്പൊ നമ്മൾ അതിനകത്തോട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ആ പേസ്റ്റ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ തക്കാളി ഇടുന്നുണ്ട് ഓൺ ദി സ്പോട്ട്. എന്നിട്ട് നന്നായിട്ട് ഈ നാലൂടെ നന്നായിട്ട് ഇളക്കി എടുക്കണം. അതെ, ഇനി നമ്മുടെ പൊടികളുടെ കളിയാണ്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് പൊടിയൊക്കെ ഇടണം. അത് പിന്നെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഒന്ന് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്നൊന്ന് വരുമ്പോഴത്തേക്കും പൊടി ഇട്ടാൽ മതി. അങ്ങനെ നമ്മുടെ എല്ലാം നമ്മുടെ തക്കാളി സവാളയും മറ്റേ എല്ലാം നമ്മുടെ മൊത്തത്തിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പൊടി ഇടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടികളെല്ലാം ഇട്ട് നമ്മൾ സാധാരണ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു രീതിയിൽ നമ്മൾ ബാക്കിയൊക്കെ അമ്മയോടൊക്കെ ചോദിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഹെൽപ്പൊക്കെ നമ്മൾ മേടിക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ അതിൻ്റെതായ കുഴപ്പങ്ങളൊക്കെ കാണും. ഇത് ചെയ്യുന്ന അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല, പാടാ ശരിക്കും പാടാ. എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ റിസൾട്ട് നല്ലതായിരിക്കും. അത് തന്നെ നമുക്ക് തീ കണ്ടോ, ഇതിന്റെ തീ കണ്ടോ, ഇതിന്റെ തീ ആദ്യമേ ആളിക്കെത്തി. നമ്മൾ വിചാരിച്ചത് പെരിയ കത്തത്തുള്ളത് സംഭവം. പെട്ടെന്ന് തീ അങ്ങോട്ട് കത്തി തുടങ്ങിയാൽ നമ്മൾ പരിപാടിയെല്ലാം പെട്ടെന്നായിരുന്നു നടന്നത്. നമ്മുടെ ബീഫ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ബീഫ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് കത്തിക്കണം. അങ്ങനെ നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ ബീഫ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞു. അപ്പൊ നമ്മൾ നല്ലപോലെ ഇളക്കും അല്ലേ? അതെ, ബീഫ് നന്നായിട്ട് നമ്മൾ ഇളക്കണം. അടുക്കി പിടിക്കാൻ നമ്മൾ ഇളക്കണം, എന്നാലേ സെറ്റ് ആവത്തുള്ളൂ. അടുക്കി പിടിക്കാൻ നോക്കിക്കോണം, അതല്ലേ പിന്നെ പണിയാവും. അപ്പൊ നമ്മുടെ അമ്മയും കൂടെ വന്നിട്ടുണ്ട്. അമ്മയും കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്പീഡപ്പ് ആക്കിയില്ലേ. ഒരിക്കലും ഇത് നടക്കത്തില്ലായിരുന്നു നമ്മുടെ ഇത്. ഞങ്ങളാണെങ്കിൽ തട്ടി നിന്നേനെ. ശരിക്കും പറഞ്ഞാൽ അമ്മ വന്നുകൊണ്ട് നമുക്ക് ആ ഒരു പെട്ടെന്ന് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നൊന്ന് പെട്ടെന്ന് പറഞ്ഞു തന്നപ്പോഴത്തേക്ക് നമുക്ക് കാര്യം പിടികിട്ടിയായിരുന്നു. എന്തായാലും നമ്മുടെ ഗോപിക്കാണ് നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. എടാ എങ്ങനെയുണ്ട്, കഴിച്ചു നോക്കിട്ട് പറഞ്ഞേ. അവിടെ എന്തായാലും നല്ല കയ്യിലോട്ട് ഇട്ടപ്പോൾ തന്നെ ചൂടുണ്ടാകും. പെട്ടെന്ന് നക്കിയപ്പോഴത്തേക്കും തന്നെ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. എല്ലാം മസാലയൊക്കെ കറക്റ്റാണ്, ഉപ്പൊക്കെ കറക്റ്റാണ്. നമ്മൾ പ്രത്യേകിച്ചും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വിചാരിക്കുന്നോട്ടൊന്നുമില്ല, നല്ല മെനപ്പരിപാടിയായിരുന്നു. അതും ഗ്യാസ് ഇല്ലാത്ത രീതി കുക്ക് ചെയ്യാനല്ലേ? അതെ, നമ്മൾ ഈ വിറകൊക്കെ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ അത് വെച്ച് ചെയ്യുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഇതാണ് നമുക്ക് ആ ഒരു ടേസ്റ്റും കിട്ടും, അത് സെറ്റ് ആവും. അത് കഴിഞ്ഞ് നമ്മൾ അപ്പം തന്നെ അതിനകത്ത് മല്ലിയില ഇടുന്നുണ്ട്. മല്ലിയില ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു നമ്മൾ കരിയാപ്പല ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം അല്ലേ? അതെ, നല്ലപോലെ നമ്മൾ മിക്സ് ആക്കി നല്ലപോലെ ആ ഒരു ഗ്രേവി ഒക്കെ ഉണ്ടോ നല്ല കൊഴുകുഴാന്നായിരിക്കും. നമ്മളെ മല്ലിയില ഇട്ടാൽ നല്ല ഫ്ലേവർ ആയിരിക്കും. കുറച്ചുകൂടി രീതിയിട്ടാൽ മല്ലിയില കൂട്ടി ഞങ്ങൾ നല്ലതായിട്ട് മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നു. മല്ലിയില ശരിക്കും പറഞ്ഞാൽ ഇതിന് വേണം ഗൈസ്. നമുക്ക് നല്ല ടേസ്റ്റ് ഒക്കെ നല്ലപോലെ കയറാനൊക്കെ നല്ല മല്ലിയില. പിന്നെ നമ്മൾ ഒരു വാഴയില എടുത്ത് അത് നല്ലപോലെ മൂടി വെച്ചിട്ടുണ്ട്. അധികം സ്മോക്കി ഒന്നും ആകത്തില്ല. അതുകൊണ്ട് പെട്ടെന്നെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം കഴിഞ്ഞില്ലേ? ഏകദേശം 95%. ഇനി തേങ്ങ എന്തോ ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ കഴിച്ച് നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ്. സത്യം പറഞ്ഞാൽ വയ്യല്ലേ? പണിയായിരുന്നു. എല്ലാവരും സമ്മതിക്കരുതൊക്കെ ഉണ്ട്. സമ്മതിക്കണം കേട്ടോ. എന്റെ കണ്ണൊക്കെ അതും ഇതായതുകൊണ്ട് ഭയങ്കര മേനയാണ്. അതാ വിറകായതുകൊണ്ട് അതിന്റെ പുക അടിച്ചടിച്ചടിച്ചടിച്ചിട്ട് പരുവ. നമ്മള് കറക്റ്റ് വിറകും ആദ്യം എടുത്തത്. കറക്റ്റ് അത്രയും മതിയായിരുന്നു. തീ അത്രയും വേണ്ടായിരുന്നു സത്യം പറഞ്ഞ. എന്തായാലും ഇനി നമുക്കിത് തേങ്ങക്കത്തോടെ ഇട്ടിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ടേസ്റ്റ്. നമ്മുടെ ബീഫ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി വാങ്ങിക്കോ. അപ്പൊ ഗോപി, നമ്മുടെ ബീഫ് എന്തായിട്ടുണ്ട്? നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇങ്ങോട്ട് കഴിക്കുക, ഉത്സാഹിക്കുക. അത് തന്നെ നല്ല അടിപൊളി ബ്രെഡ് നല്ല അവിടെ തന്നെ നമ്മുടെ മേടിച്ചിടത്തുനിന്ന് തന്നെ ബേക്ക് ചെയ്ത ബ്രെഡാണ്. അടിപൊളി ബ്രെഡാണ്. നല്ല മധുരം വന്ന സ്വീറ്റ് ആയിട്ടുള്ള ബ്രെഡ്. ഇതിന്റെ അടി നമ്മുടെ പ്ലേറ്റ് ഉണ്ട്. നമ്മുടെ പ്ലേറ്റിന്റെ മണ്ടയ്ക്കാണ് നമ്മൾ നമ്മള് വെറും വാഴയിലല്ല, നമ്മൾ വാഴയില കഴിയിട്ടുണ്ട്, പ്ലേറ്റും കഴിയിട്ടുണ്ടല്ലേ? ഇതെല്ലാം ഇതിനകത്തെല്ലാം കുഞ്ഞു പീസ് ഉണ്ടല്ലേ? അതല്ലേ കുഞ്ഞു പീസ് എല്ലാം മൊത്തത്തില് എല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഇടണം. ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മള് വാഴയിലെ വാട്ടി കൊണ്ടുപോകണല്ലേ? നീ പറഞ്ഞോട്ട് വാഴയില് വാട്ടി വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ടൊന്ന് അഴിക്കുമ്പോഴത്തേക്ക് എന്റെ എന്റെ തീ സാധനമായിരിക്കും. എന്റെ പൊന്നെ സെറ്റ് സാധനം. അത് കൊഴുകുഴാന്ന് ഇരിക്കുന്നുണ്ടോ? ഇതാണ് ഐറ്റം സാധനം. നന്നായിട്ട് ചുരുട്ടി ഇറങ്ങണം. ബീഫ് എന്റെ കൈ കഴിയും. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് ഇത്ര നല്ലതായിട്ട് പറ്റുന്നത്. അത് നമ്മുടെ അമ്മയുടെ ഹെൽപ്പ്. നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ ഞങ്ങൾ ഒന്നുകൂടെ ഇത് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മള് കൊള്ളത്തില്ല, നമ്മൾ കാണിക്കത്തില്ലെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം കഴിച്ച് നോക്കി. അത് ഈ സോഫ്റ്റ് ബ്രെഡിന്റെ കൂടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് എടുത്തുള്ളൂ. തിന്ന എങ്ങനെയുണ്ട് അറിയോ? നമ്മളാ ഉണ്ടാക്കിയത്. കുരുമുളകിന്റെ എരി അകത്തല്ലേ? ഞങ്ങൾ സത്യം പറഞ്ഞ വിചാരിച്ച കുരുമുളകിന്റെ എരി ചിലപ്പോ കൂടി പോകുന്നില്ല. ഓവറായിട്ടല്ല, പക്ഷെ ഈ ബ്രെഡിന്റെ കൂടെ കഴിക്കുമ്പോഴേ
ഇതിന്റെ ആ ടേസ്റ്റ് മനസ്സിലാവത്തുള്ളൂ. ഇത് ഇവർക്ക് കൊടുക്കണ്ടേ? നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കണം. ഞങ്ങൾ ഇനി വീട്ടുകാർക്ക് കൊടുക്കണം. ആക്കി വെച്ചിട്ടുണ്ട്. അതെ, അവര് വിശ്വസിക്കുന്ന അറിയത്തില്ല ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്നത്. എന്റെ വീട്ടിലൊക്കെ ഞാനൊന്നും ഒന്നും ഉണ്ടാക്കാതിരിക്കില്ലേ, ഒന്നും ചെയ്തില്ല. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ടെല്ലാം ചെയ്തില്ല. ഞങ്ങള് സംശയം ഞങ്ങൾ തന്നെ ഉണ്ടോ ബീഫ് കാണാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ ഇങ്ങനെ എടുത്തിട്ട് സംഭവം ഉണ്ട്. ഇതൊക്കെ നന്നായിട്ട് ഗ്രേവി മുക്കി പീസൊക്കെ വെച്ചോണ്ടേ കഴിച്ചത്. നീയും കഴിച്ചു, നിങ്ങൾക്കുള്ള. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവർക്കും അറിയാം. അപ്പം ഇനി നമ്മൾ ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോ, എക്സ്പീരിയൻസ് വീഡിയോ അങ്ങനെ കുറേ വീഡിയോ ആണ്. ഓക്കെ, ഇനി എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കിഡിലെ സാധനം കൈ, അത് സോഫ്റ്റ് ബ്രെഡ് കിഡിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇത്രയേ ഉള്ളൂ വീഡിയോ അല്ലേ? എന്തെങ്കിലും പറയണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അതെ, ഞങ്ങൾ പോയി കഴിക്കാം. ഓക്കെ, അപ്പം ശരി, ഞങ്ങൾ കഴിക്കട്ടെ. ടാറ്റ. കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ടാറ്റ.